ഹലോ ഗൈസ്, നിങ്ങൾ വേപ്പില കട്ടി ചമ്മന്തി കഴിച്ചിട്ടുണ്ടോ? കുറേയേറെ ഔഷധ ഗുണമുള്ള ഒരു അടിപൊളി ചമ്മന്തി ആട്ടോ. ചോറിന്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ ബെസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരുന്നോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ വേപ്പില ആട്ടോ. ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരു തേങ്ങ മുഴുവൻ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കൊല്ലമുളകൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന വേപ്പില കഴുകി വൃത്തിയാക്കിയിട്ട് ആ തണ്ടിൽ നിന്ന് കൂർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കടയിൽ നിന്നാണ് വേപ്പില വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാവുമ്പോൾ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല. കൊല്ലമുളകും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ മുളക് ഇതുപോലെ ഇങ്ങനെ ഒടിയണ പരിവാകുമ്പോഴാട്ടോ നമുക്ക് ഇത് മൂത്തെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഇതിലേക്ക് ഇപ്പം വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് വേപ്പിലേക്ക് ഇട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇതേപോലെ വെളിച്ചെണ്ണ തൊടാതെ വേണം കേട്ടോ തേങ്ങയൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. തേങ്ങയും എല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ വേപ്പിലേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടും വേപ്പില നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി അതിൻ്റെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേപ്പിലയും തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ നാൾ ഇത് കേടുകൂടാതെയൊക്കെ ഇരിക്കും കേട്ടോ. ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ മാസങ്ങൾ ഇത് കേടുകൂടാതെ തന്നെ ഇരുന്നോളും. വേപ്പിലേക്ക് ധാരാളം ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഉള്ളിൽ കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും വേപ്പില കറിയുടെ കൂടെ ഇടുമ്പോൾ വേപ്പില പെറുക്കി മാറ്റി വെക്കുക ചെയ്യുന്നത്. അത് ഉള്ളിലേക്കൊന്നും ചെല്ലാറില്ല. അപ്പം ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിനും മുടിക്കൊക്കെ വളരെ നല്ലതാട്ടോ ഇത് കഴിക്കുന്നത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വേപ്പില അല്ലാതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിവിടെ വന്നേ പിന്നെ കേട്ടോ ഈ വേപ്പില കട്ടിന്നൊക്കെ കേൾക്കുന്നതും ഇത് കഴിക്കുന്നതും. അപ്പോൾ വേപ്പില എനിക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഇങ്ങനെ കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ആ വേപ്പിലയുടെ ഗുണവും നമുക്ക് കിട്ടുകയും ചെയ്യും. വേപ്പിലയൊക്കെ വാടി നല്ലതുപോലെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വേപ്പില പൊടിയണ പരിവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം അതിൻ്റെ ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾക്ക് ആദ്യമേ തേങ്ങ മൂപ്പിക്കുമ്പോൾ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഉലുവ ഇടാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ഇപ്പോഴായിട്ട് ഞങ്ങൾ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇട്ടാലും മതി, നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി നല്ലതാണ്. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഉലുവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. തേങ്ങ മിക്സ് ചെയ്യുമ്പോൾ ചൂടാറിയ ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ചമ്മന്തി മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കുറച്ച് ആളംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പുളി രസവും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി വേപ്പില കട്ടി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.